റോസാ പാർക്സ് സാറ്റ് സ്റ്റിൽ. റോസാ പാർക്സ് അനങ്ങാതെ ഇരുന്നു. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ആദ്യം ഈ ചാപ്റ്റർ എഴുതിയ ആളെ ഒന്ന് പരിചയപ്പെടാം. ഈ ചാപ്റ്റർ റോസാ പാർക്സിൻ്റെ ആത്മകഥയിൽ നിന്നും എടുത്തൊരു ഭാഗമാണ്. കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ട് എഴുതിയൊരു ഭാഗമാണ്. 1913 ജനിച്ച് 2005 മരിച്ച ആളാണ് റോസാ പാർക്സ്. റോസാ പാർക്സ് വാസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. ആഫ്രിക്കൻ അമേരിക്കൻ പൗരാവകാശ പ്രവർത്തകയായിരുന്നു. whom the United States Congress called the First Lady of Civil Rights and the Mother of the Freedom Movement. അവളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് വിളിച്ചു ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ്സ് എന്നും മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് എന്നൊക്കെ വിളിച്ചു. ഹർ ബർത്ത്ഡേ ഫെബ്രുവരി 4. അവളുടെ ജന്മദിനമായ ഫെബ്രുവരി 4. ആൻഡ് ദ ഡേ ഷി വാസ് അറസ്റ്റഡ്. അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം ഡിസംബർ 1. ഹാവ് ബോത്ത് ബിക്കം. അവ രണ്ടും ആയി തീർന്നിട്ടുണ്ട്. റോസാ പാർക്സ് ഡേ. റോസാ പാർക്സ് ഡേ ആയി തീർന്നിട്ടുണ്ട്. കമെമൊറേറ്റഡ് ഇൻ ബോത്ത് കാലിഫോർണിയ ആൻഡ് ഒഹായോ. കാലിഫോർണിയയിലും ഒഹായോയിലും റോസാ പാർക്സ് ഡേ ആയിട്ട് ഈ 2 ദിവസങ്ങളും സ്മരിക്കപ്പെടുന്നു. ഇനി ചാപ്റ്ററിലേക്ക് നോക്കാം. ഓൺ ഡിസംബർ 1, 1955 റോസാ പാർക്സ് refused to move and this transformed a million lives. Rosa Parks had been working all day. Work had been heavier than usual. At the end of the day, there was only one thought in her mind. She wanted to sit down, but it was getting late and everybody was going home. On December 1, 1955, 1955 ഡിസംബർ 1 റോസാ പാർക്സ് refused. റോസാ പാർക്സ് വിസമ്മതിച്ചു to move, നീങ്ങാൻ, അനങ്ങാൻ. ആൻഡ് ദിസ്, ഇത് ട്രാൻസ്ഫോംഡ്, മാറ്റിമറിച്ചു, എ മില്യൺ ലൈവ്സ്, മില്യൺ കണക്കിന് ജീവിതങ്ങളെ. റോസാ പാർക്സ് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. റോസാ പാർക്സ് പകൽ മുഴുവനും ജോലി ചെയ്യുകയായിരുന്നു. വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ. സാധാരണത്തെക്കാളും ഭാരിച്ചതായിരുന്നു അന്നത്തെ ജോലി. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിൻ്റെ അവസാനം, ദർ വാസ് ഓൺലി വൺ തോട്ട് ഇൻ ഹർ മൈൻഡ്. അവളുടെ മനസ്സിലാകെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ഷീ വാണ്ടഡ് ടു സിറ്റ് ഡൗൺ. അവൾ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. പക്ഷേ വൈകിക്കൊണ്ടിരിക്കുകയാണ്, സമയം വൈകിയിരുന്നു. ആൻഡ് എവരിബഡി വാസ് ഗോയിങ് ഹോം. എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. അവൾക്ക് ആ ജോലി സ്ഥലത്ത് കുറച്ചു നേരം ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സമയം വളരെ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. റോസ walked to the bus stop and got on a bus. There were many vacant seats. She paid her fare and sat down in the nearest seat. The bus was nearly empty. Rosa felt grateful. Her feet were very tired. They really needed a rest. റോസ walked. റോസ നടന്നു to the bus stop, ബസ് സ്റ്റോപ്പിലേക്ക്. ആൻഡ് got on a bus. ഒരു ബസ്സിൽ കയറി. There were many vacant seats. ഒരുപാട് ഒഴിഞ്ഞ സീറ്റുകൾ ഉണ്ടായിരുന്നു. She paid her fare. അവൾ അവളുടെ ബസ് ഫെയർ കൊടുത്തു, ബസ്സിൻ്റെ കാശ് കൊടുത്തു. ആൻഡ് sat down in the nearest seat. അടുത്തൊരു സീറ്റിലിരുന്നു. The bus was nearly empty. ബസ് ഏറെക്കുറെ കാലിയായിരുന്നു. റോസ felt grateful. റോസക്ക് ആശ്വാസം തോന്നി. ഹർ ഫീറ്റ് വേർ വെരി ടയേർഡ്. അവളുടെ കാലുകൾ വളരെ ക്ഷീണിച്ചിരുന്നു. ദ റിയലി നീഡഡ്. അവ ശരിക്കും ആവശ്യമായി. എ റെസ്റ്റ്, ഒരു റെസ്റ്റ് ആവശ്യമായി. ദാറ്റ് വാസ് ഹൗവർ സംതിങ് ഓൺലി റോസ ന്യൂ. ദ ഡ്രൈവർ ഓഫ് ദ ബസ് ന്യൂ നത്തിങ് അബൌട്ട് ഹർ ഫീറ്റ്. ഹി ഡിഡ് നോട്ട് ഈവൺ നോ ഹർ നെയിം. ബട്ട് ഹി സോ ദാറ്റ് ഷി വാസ് നോട്ട് വൈറ്റ്. ഷി വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. ആൻഡ് ദാറ്റ് he thought was all he needed to know about her. But he was making a mistake. It was a mistake that cost his company a lot of money. Our story begins in America, in a town called Montgomery. That was
however something only Rosa knew. ഇതൊക്കെ റോസക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളായിരുന്നു. The driver of the bus knew nothing. ബസ്സിൻ്റെ ഡ്രൈവർ ഒന്നും അറിഞ്ഞില്ല about her feet, അവളുടെ കാലുകളെ കുറിച്ച്. He did not even know her name. അയാൾ അവളുടെ പേര് പോലും അറിഞ്ഞില്ല. But he saw that she was not white. പക്ഷേ അയാൾ കണ്ടു, അയാൾ മനസ്സിലാക്കി അവളൊരു വൈറ്റ് പാസഞ്ചർ അല്ല, വെള്ളക്കാരിയല്ല. ഷി വാസ് എ ബ്ലാക്ക് പാസഞ്ചർ, അവളൊരു കറുത്ത യാത്രക്കാരിയാണ്. ആൻഡ് ദാറ്റ്, അതാണ് ഹി തോട്ട്, അയാൾ ചിന്തിച്ചു, വാസ് ഓൾ ഹി നീഡഡ് ടു നോ അബൌട്ട് ഹെർ, അവളെക്കുറിച്ച് ആകെ അയാൾക്ക് അറിയേണ്ടത് അതാണ് എന്ന് അയാൾ ചിന്തിച്ചു. ബട്ട് ഹി വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്, പക്ഷേ അയാളൊരു മിസ്റ്റേക്ക് ചെയ്യുകയായിരുന്നു, ഒരു തെറ്റ് ചെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, അതൊരു തെറ്റായിരുന്നു. ദാറ്റ് കോസ്റ്റ്, അത് ചിലവായി ഹിസ് കമ്പനി, അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പൈസ. അവർ സ്റ്റോറി ബിഗിൻസ്, നമ്മുടെ കഥ തുടങ്ങുന്നു. ഇൻ അമേരിക്ക, അമേരിക്കയിൽ. ഇൻ എ ടൗൺ കോൾഡ് മോൺഗമറി, മോൺഗമറി എന്ന് വിളിക്കുന്ന അമേരിക്കയിലെ ഒരു ടൗണിൽ. Rosa was an ordinary woman with a job in a dressmaker's shop. The day was an ordinary working day. It was the first day of December in the year 1955. Rosa had a loving family. She envied nobody. Her manners were mild. She spoke in a quiet, soft voice. She always obeyed the laws of the country and broke no rules. റോസ വാസ് ആൻ ഓർഡിനറി വുമൺ. റോസ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു. വിത്ത് എ ജോബ് ഇൻ എ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്, ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരാളുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സാധാരണ പെണ്ണായിരുന്നു. ദ ഡേ വാസ് ആൻ ഓർഡിനറി വർക്കിംഗ് ഡേ, ആ ദിവസം ഒരു സാധാരണ വർക്കിംഗ് ഡേ ആയിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ, അത് ആദ്യത്തെ ദിവസമായിരുന്നു. ഓഫ് ഡിസംബർ ഇൻ ദ ഇയർ 1955, 1955 ഡിസംബറിലെ ആദ്യത്തെ ദിവസമായിരുന്നു. റോസ ഹാഡ് എ ലവിങ് ഫാമിലി, റോസക്ക് നന്നായി സ്നേഹിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഷീ എൻവീഡ് നോബഡി, അവൾ ഒരാളോടും അസൂയപ്പെട്ടില്ല. ഹെർ മാനേഴ്സ്, അവളുടെ സ്വഭാവങ്ങൾ വേർ മൈൽഡ്, വളരെ സോഫ്റ്റ് ആയിരുന്നു. ഷീ സ്പോക്ക്, അവൾ സംസാരിച്ചു. ഇൻ എ ക്വയറ്റ് സോഫ്റ്റ് വോയിസ്, വളരെ ലോലമായ ശബ്ദത്തിൽ. ഷീ ഓൾവേസ് ഒബെയ്ഡ്, അവൾ എല്ലായ്പ്പോഴും അനുസരിച്ചു. ദ ലോസ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ നിയമം. ആൻഡ് ബ്രോക്ക് നോ റൂൾസ്, ഒരു നിയമവും ലംഘിച്ചില്ല. ബട്ട് ഇൻ ദോസ് ഡേയ്സ് നോട്ട് ഓൾ ലോസ് ആൻഡ് റൂൾസ് വേർ ഫെയർ. ദാറ്റ് ഡേ വെൻ റോസ സാറ്റ് ഇൻ ദാറ്റ് സീറ്റ് ഓൺ ദാറ്റ് ബസ്, ഷീ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ബ്രേക്കിംഗ് എനി റൂൾ. ഇറ്റ് ഹാപ്പൻഡ് before the bus started. When the warning bell rang, passengers rushed in. Many of them were white Americans. Each time a white passenger climbed into the bus, a black passenger got up from a seat and moved away. But in those days, ആ ദിവസങ്ങളിൽ, not all laws and rules were fair, എല്ലാ നിയമങ്ങളും നല്ലതായിരുന്നില്ല. That day when Rosa sat in that seat, ആ ദിവസം റോസ ആ സീറ്റിലിരുന്ന ദിവസം, ഓൺ ദാറ്റ് ബസ്, ആ ബസ്സിലെ സീറ്റിലിരുന്ന ദിവസം, ഷീ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ബ്രേക്കിംഗ് എനി റൂൾ, ഏതെങ്കിലും നിയമം ലംഘിക്കണമെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഹാപ്പൺ, അത് സംഭവിച്ചു. ബിഫോർ ദ ബസ് സ്റ്റാർട്ടഡ്, ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. വെൻ ദ വാർണിംഗ് ബെൽ റാങ്, ബസ് പോകാനുള്ള വാർണിംഗ് ബെൽ അടിച്ചപ്പോൾ പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ, യാത്രക്കാർ ഉള്ളിലേക്ക് തിക്കിക്കയറി. മെനി ഓഫ് ദം വേർ വൈറ്റ് അമേരിക്കൻസ്, അവരിലധികവും വെള്ള അമേരിക്കക്കാരായിരുന്നു. ഈച്ച് ടൈം എ വൈറ്റ് പാസഞ്ചർ ക്ലൈംബ്ഡ് ഇൻ ടു ദ ബസ്, ഓരോ സമയവും ഒരു വെള്ളക്കാരൻ ബസ്സിലേക്ക് കയറുമ്പോൾ എ ബ്ലാക്ക് പാസഞ്ചർ ഗോട്ട് അപ്പ് ഫ്രം എ സീറ്റ്, കറുത്ത യാത്രക്കാരൻ സീറ്റിൽ നിന്നും എണീറ്റ് ആൻഡ് മൂവ്ഡ് അവേ, ദൂരേക്ക് മാറി നിന്നു. The rule was simple and clear. Black passengers had to give up their seats when white passengers came in. They had to get off the bus and go round to the back door. They could then get on the bus again as standing passengers.
ദ റൂൾ വാസ് സിമ്പിൾ ആൻഡ് ക്ലിയർ. നിയമം വളരെ സിമ്പിളും വ്യക്തവുമാണ്. എന്താണ് നിയമം? ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ്. കറുത്ത യാത്രക്കാർ അവരുടെ സീറ്റുകൾ ഒഴിവാക്കണം. വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ. വെള്ള യാത്രക്കാർ അകത്തേക്ക് കയറുമ്പോൾ. ദേ ഹാഡ് ടു ഗെറ്റ് ഓഫ് ദ ബസ്. അവർക്ക് ബസ്സിൽ നിന്നും ഇറങ്ങണം. ആൻഡ് ഗോ റൗണ്ട് ടു ദ ബാക്ക് ഡോർ. എന്നിട്ട് ബാക്കിലെ ഡോറിലേക്ക് പോവണം. ദേ കുഡ് ദെൻ ഗെറ്റ് ഓൺ. എന്നിട്ട് അവർക്ക് കയറാം ദ ബസ്. ബസ്സിലേക്ക് അഗൈൻ വീണ്ടും. ആ സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരായിട്ട്. ദാറ്റ് ഡേ ആ ദിവസം ഓൾ ദ സിറ്റിംഗ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഗേവ് അപ്പ് ദെയർ സീറ്റ്സ് എക്സെപ്റ്റ് റോസ. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്. എ വൈറ്റ് പാസഞ്ചർ സ്റ്റുഡ് അറ്റ് ദ ഡോർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. സ്റ്റിൽ ഷീ ഡിഡ് നോട്ട് മൂവ്. ഷീ സാറ്റ് സ്റ്റിൽ. ദാറ്റ് ഡേ ആ ദിവസം ഓൾ ദ സിറ്റിംഗ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഗേവ് അപ്പ് ദെയർ സീറ്റ്സ്. ഇരിക്കുന്ന എല്ലാ കറുത്ത യാത്രക്കാരും അവരുടെ സീറ്റുകൾ ഒഴിവാക്കി. എക്സെപ്റ്റ് റോസ. റോസ ഒഴികെ. ഷീ ഡിഡ് നോട്ട് സീം. അവൾ തോന്നിയില്ല. ടു നോട്ടീസ്. ശ്രദ്ധിക്കുന്നതായി. വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നത് എന്ന്. അവൾ അവിടെ നടക്കുന്നതൊന്നും മൈൻഡ് ചെയ്തില്ല. എ വൈറ്റ് പാസഞ്ചർ സ്റ്റുഡ് അറ്റ് ദ ഡോർ. ഒരു വെള്ള യാത്രക്കാരൻ ഡോറിൻ്റെ അടുക്കൽ നിന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. അവളെ നോക്കി. സ്റ്റിൽ. അപ്പോഴും. ഷീ ഡിഡ് നോട്ട് മൂവ്. അവൾ നീങ്ങിയില്ല. ഷീ സാറ്റ് സ്റ്റിൽ. അവൾ അനങ്ങാതെ ഇരുന്നു.